വേണ്ടിയുള്ള പുഷ്പങ്ങൾ ഓരോന്നെടുത്ത് അവർക്കൊരു അർച്ചന ചെയ്യലാണ്. അതിൽ ഓരോ ആവുന്നതുള്ളത് പുഷ്പം 1 2 ഇല 5 പ്രാവശ്യം അർച്ചന ചെയ്യണം. അതിൽ ആദ്യത്തെ അർച്ചന ഓം, പുഷ്പം കയ്യിലെടുക്കണം കേട്ടോ. പുഷ്പം എടുത്തിട്ട് അർച്ചന ചെയ്യണം. പുഷ്പം ഇപ്പോഴാണ് പുഷ്പം എടുത്ത് അർച്ചന ചെയ്യാനുള്ളത്. പുഷ്പത്തിന്റെ ആവശ്യം ഇപ്പോഴാണ്. അപ്പൊ ആ പുഷ്പം തീർക്കന്നെ വേണം. ആകാശാത്മന പുഷ്പം സമർപ്പയാമി. ഓം അഗ്ന്യാത്മന ദീപം സമർപ്പയാമി. ഇനി എല്ലാ പൂവും കൂടി കൂട്ടി വാരി ഓം കയ്യിൽ വാരിക്കൊണ്ട് പറയാം. ഓം സർവാത്മന താംബൂലാദി സർവരാജോപചാര പൂജയാൽ സർവം സമർപ്പയാമി. അതയിലിടുക. അതെല്ലാം അതിലിട്ടുള്ളൂ. അല്പം ജലമെടുത്ത് ഒന്നുകൂടി കൊടുത്തതിന് ശേഷം നമ്മുടെ 2 ഇലയും അതിലേക്ക് കമിഴ്ത്തണം. 2 ചീന്തലയും അതിനുശേഷം എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് ഇനി ഒന്ന് എല്ലാവരും എഴുന്നേറ്റതിന് ശേഷം ഒന്ന് സ്വന്തം നിന്ന നിൽപ്പിൽ തന്നെ ഒന്ന് കറങ്ങാം. വലത്തോട്ട് വലം വയ്ക്കാന്നാ പറയാം. അതിന് വലത്തോട്ട് തിരിയാം. അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്ത കർമ്മം ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി വിഷ്ണു ഭഗവാനോട് പറയാം. ഓം പുണ്ഡരീകാക്ഷ പ്രേതമുക്തി പ്രദോഭവ, പ്രേതമുക്തി പ്രദോഭവ, പ്രേതമുക്തി പ്രദോഭവ. ഇനി നമ്മൾ പെട്ടെന്ന് 2 കൈയിലേക്കും ചേർത്ത് വെള്ളം ചേർക്കുക. വെള്ളം കയ്യിലെടുക്കണം. മേലോട്ട് തർപ്പിക്കാനുള്ളതാണ്. തർപ്പിക്കോ. അതിനുശേഷം കൈ തട്ടുക. അതിനുശേഷം പവിത്രം അഴിച്ച് കെട്ടഴിച്ച് അതിന്മേൽ വയ്ക്കാം. തിരിച്ചു വരാം. ബലിപിണ്ട കർമ്മത്തിന് ഫലപ്രാപ്തി വരുത്തുന്നതിന് അതിന് ആചാര്യ വര്യം ചെയ്തിട്ടുള്ള ആചാര്യന്മാർക്ക് ദക്ഷിണ സമർപ്പിച്ച് പിണ്ടകർമ്മ ഫലപ്രാപ്തി വരുത്തണം. എല്ലാവരും ആചാര്യ